അക്കാലത്ത് യേശു യഹൂദരോട് അരുൾ ചെയ്തു, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ യോഹന്നാൻ്റെ അടുത്തേക്ക് ആളയച്ചു. അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ രക്ഷപ്പെടേണ്ടതിനാണ് ഞാൻ ഇവയെല്ലാം നിങ്ങളോട് പറയുന്നത്. കത്തിച്ചൊലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. അല്പസമയത്തേക്ക് അവൻ്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കുവാൻ നിങ്ങൾ ഒരുക്കമായിരുന്നു. എന്നാൽ യോഹന്നാൻ്റേതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ. പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് അവിടുത്തെ വചനം നിങ്ങൾ വസിക്കുന്നില്ല. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുക്കിലേക്ക് വരുവാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. യോഹന്നാന്റെ സുവിശേഷം സാക്ഷ്യത്തിൻ്റെ കൂടി സുവിശേഷമാണ്. വിവിധ തരം സാക്ഷ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ആത്മീയ ബലങ്ങളെക്കുറിച്ചും ഈ സുവിശേഷം നമ്മെ ഓർപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ മാത്രം പിതാവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച്, സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച്, ദൈവവചനത്തിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് പിതാവ് അയച്ച പ്രിയപുത്രനെക്കുറിച്ച് പിതാവ് തന്നെയും പരിശുദ്ധാത്മാവും യോഹന്നാനും തിരുവചനവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും അവിടുത്തെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നാം എന്തുകൊണ്ടാണ് ക്രിസ്തു സാക്ഷ്യത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിതത്തെ ബലപ്പെടുത്താത്തത്? നാം എന്തുകൊണ്ടാണ് ക്രിസ്തു സാക്ഷ്യം സ്വീകരിക്കാത്തത് എന്ന ചോദ്യമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വെക്കുക. നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് ക്രിസ്തു പിതാവിൽ നിന്ന് വരികയും നമ്മെ സാക്ഷ്യത്താൽ പിതാവിൻ്റെ ഹിതത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു സാക്ഷ്യം സ്വീകരിക്കുന്നില്ല എങ്കിൽ നിത്യജീവൻ്റെ ബലം നമുക്കുണ്ടാവുകയില്ല. ക്രിസ്തുവിൻ്റെ അടുക്കൽ വരാതെ നാം പിതാവിൻ്റെ സ്വരം കേൾക്കുകയോ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്ന മക്കളായി രൂപാന്തരപ്പെടുകയുമില്ല. ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നത് പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റുവാനുള്ള മക്കളായ നമ്മുടെ ദൗത്യത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ അരികിൽ വരികയും അവൻ്റെ കൃപയുടെ വചസ്സുകൾ കേൾക്കുകയും അവൻ നൽകുന്ന തിരുമനസ്സനുസരിച്ച് നാം ജീവിതത്തെ നയിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരും. ക്രിസ്തുവിൻ്റെ അരികിൽ വരുവാൻ നമ്മൾ ഭയപ്പെടുന്നതിൻ്റെ കാരണം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നുണ്ട്. എന്തെന്നാൽ നിങ്ങൾ എന്നെ അറിയുന്നില്ല, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെയും അറിയുമായിരുന്നു. നിങ്ങൾ പിതാവിനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്നെയും സ്വീകരിക്കുമായിരുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച മോസസ് സകല നിയമത്തിൻ്റെയും പ്രതിനിധിയാണ്. ആ മോസസിനെ നിങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ എന്നെയും അനുസരിക്കുമായിരുന്നു എന്ന് യേശു പറയുന്നു. ക്രിസ്തു സാക്ഷ്യത്തെ ജീവിത സാക്ഷ്യമായി ഏറ്റെടുത്തുകൊണ്ട് ജീവിത വഴി ബലപ്പെടുത്തുവാൻ ക്രിസ്തു ഇന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. പൂർവ്വപിതാക്കന്മാർ ദൈവത്തിൻ്റെ പദ്ധതിക്ക് സ്വയം വിധേയരായി തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ലോകത്തിന് സാക്ഷികളായി. ഈ കാലഘട്ടത്തിൽ ക്രിസ്തു നൽകുന്ന കൃപയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നാമും സാക്ഷികളായി തീരണമെന്ന് ക്രിസ്തു ഈ ദിനം നമ്മെ ഓർപ്പെടുത്തുന്നു. പരിശുദ്ധമായ ഈ തപസ്സുകാലം നമുക്ക് ഉത്തമ സാക്ഷ്യം നൽകി കടന്നു പോകുവാൻ കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.